പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ്. ഞങ്ങൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ഒരു ക്യാമ്പയിൻ കിക്ക് ഓഫുമാണ്. അമിത് ഷാജിയാണ് വരുന്നത്. അപ്പോൾ അത് പ്രോഗ്രാം ഒരു 10 മണിക്ക് തുടങ്ങും. ഒരു മണി വരെ ആ പ്രോഗ്രാം 1 മണിക്കാണ് തീരാൻ പോകുന്നത്. വരാൻ പോകുന്നത് 4 റവന്യൂ ജില്ലയിലെ പ്രവർത്തകരും മറ്റ് 10 ജില്ലാ പ്രവർത്തകരെല്ലാവരും ഡിജിറ്റലി ഇത് ലൈവ് സ്ട്രീമായിട്ട് കാണും. അപ്പോൾ മൊത്തം എല്ലാ പ്രവർത്തകരും വാർഡ് ലെവലിൽ നമ്മൾ ടീംസ് രൂപീകരിച്ച എല്ലാവരും ഈ അമിത് ഷാജീൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കും. അതാണ് ഒരു പ്രധാനപ്പെട്ട, ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രധാനപ്പെട്ട ഒരു കിക്ക് ഓഫ് ഇതിൻ്റെ ഒരു പ്രോഗ്രാമാണ്, പ്രവർത്തകരുടെ ഒരു യോഗം. അല്ല, 4 ജില്ലയിൽ നിന്നിപ്പോൾ അങ്ങനെ എല്ലാ വാർഡും കണക്കൂട്ടിയാൽ ഒരു മിനിമം 25,000 30,000 ഫിസിക്കലി വരും. മൊത്തം എല്ലാ 14 ജില്ല നോക്കുമ്പോൾ, റവന്യൂ ജില്ല 30 ഓർഗനൈസേഷൻ ഡിസ്ട്രിക്റ്റ് നോക്കുമ്പോൾ ഒരു മിനിമം ഞാൻ കണക്കാക്കുന്നത് ഒരു 80,000 80,000 വാർഡ് ലെവൽ പ്രവർത്തകർ ഇതിൽ പങ്കെടുക്കുമെന്നാണ്. എന്നിട്ട് അമിത് ഷാജീൻ്റെ മെസ്സേജ് കേൾക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഞാൻ 3 മാസമായിട്ട് പറഞ്ഞതല്ലേ, ഇവിടുത്തെ രാഷ്ട്രീയ ചരിത്രത്തിലൊരു മാറ്റവും ഇവിടുത്തെ ഭരണത്തിലൊരു മാറ്റവും ഇവിടെ നടന്ന എത്ര കാലമായിട്ട് കോൺഗ്രസും ലെഫ്റ്റും മാറി മാറി ഭരിച്ച് ഇവിടെ ഒന്നും നടക്കാത്ത ഒരു സ്ഥിതിയാക്കി വെച്ച് അതിലൊരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അത് BJP മുമ്പോട്ട് വയ്ക്കും. ഞങ്ങളുടെ കാഴ്ചപ്പാട്, വികസിത കേരളത്തിൻ്റെ കാഴ്ചപ്പാട് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. 12-ാം തീയതി മുതൽ ആ ക്യാമ്പയിൻ തുടങ്ങും. അതിനെക്കുറിച്ച് ഞാൻ 3 ദിവസം മുമ്പേ ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞല്ലോ, ഇതൊരു സ്റ്റേറ്റ് സ്പോൺസേർഡ് സ്ട്രൈക്ക് അല്ലേ, ഇത് പിന്നെ നാഷണൽ സ്ട്രൈക്കാന്ന് പറഞ്ഞ് നടക്കുന്ന CPM. ഇതിപ്പോൾ ഇത് സഹിക്കുന്നത് ആരാ? നമ്മൾ മലയാളീസ് അല്ലേ. വേറെ ഏത് സംസ്ഥാനത്തൊരു സ്ട്രൈക്ക് നടന്നിട്ടില്ലല്ലോ. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എതിരെയാണെന്ന് പറയുന്നു അവർ. പക്ഷേ ഇതിൻ്റെ വേദനയും ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം സഹിക്കുന്നത് നമ്മൾ കേരള ജനങ്ങളല്ലേ. അല്ല അതൊന്ന് ആ ഒരു പ്രക്രിയ ഇവർ യൂണിവേഴ്സിറ്റിയിലും കൊണ്ടുപോകുന്നു. നോക്കൂ, ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ 30% സീറ്റ് വേക്കൻ്റാണ്, കോളേജസിലും യൂണിവേഴ്സിറ്റിയിലും. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. കുട്ടികൾ ഇവിടെ പഠിക്കുന്നില്ല, പുറത്ത് പോയിട്ടാണ് പഠിക്കുന്നത്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതെല്ലാം നടക്കുന്നത് ഈ SFIയും KSUവും നമ്മളെ വിദ്യാഭ്യാസ സംസ്ഥാനത്തിനെല്ലാം ഇങ്ങനെ ഒരു രാഷ്ട്രീയ സെൻറ്ററാക്കി മാറ്റുക. ഇവിടെ എന്താ വിദ്യാഭ്യാസ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് കുട്ടികൾക്ക് വേണ്ടത്? പുതിയ കഴിവ്, പുതിയ കോഴ്സ്, പുതിയ ഒരു നോളജിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി, അതല്ല അവിടെ കൊടുക്കേണ്ടത്. ഇത് ബിന്ദുവിൻ്റെ മരണം അതിനെ എങ്ങനെയെങ്കിലും ഡിസ്ട്രാക്ട് ചെയ്യാൻ ഇത് CPMൻ്റെ ഒരു തന്ത്രം. അവർ വിചാരിക്കുന്നത് ഇത് 2 ദിവസം 3 ദിവസം ഈ നാടകം കളിച്ചാൽ ബിന്ദുവിൻ്റെ മരണത്തിനെ കുറിച്ചോ ആരോഗ്യ മേഖലയിൽ ഞങ്ങൾ ചെയ്യുന്ന സമരമോ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ക്വസ്റ്റ്യൻസും പ്രശ്നങ്ങളോ അതിനെക്കുറിച്ച് ജനങ്ങൾ മറക്കുന്നതാണ് അവർ വിചാരിക്കുന്നത്. ഇതെല്ലാം ഒരു നാടകമല്ലേ. എന്താണ് അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഗവർണർ എന്തോ പറഞ്ഞു, ഗവർണർ എന്തോ വിശ്വസിക്കുന്നു, അതിനെതിരെ ഇവർ ഇൻസ്റ്റിറ്റ്യൂഷൻസും യൂണിവേഴ്സിറ്റിയും ഇങ്ങനെ തകർക്കുകയല്ലേ. അപ്പോൾ ഇത് ഞങ്ങൾ കാണുന്നത് ആ കോട്ടയത്തിൽ നടന്ന ആ ഒരു അനാസ്ഥ, കുറ്റകരായൊരു അനാസ്ഥ, ബിന്ദുവിൻ്റെ മരണം, അതിനെ എങ്ങനെയെങ്കിലും ആ ടോപ്പിക്ക് മാറ്റി വെച്ച് ഇത് മുമ്പോട്ട് വയ്ക്കുക. ഇത് CPMൻ്റെ ഒരു തന്ത്രം. ഒന്നും നോക്കൂ, അതിനെക്കുറിച്ച് ഇനി അല്ല, ഇതിൽ വരുന്ന മാസം ഇതെല്ലാം നമ്മൾ മുമ്പോട്ട് വയ്ക്കും. ഇതെല്ലാം ഡിബേറ്റ് ചെയ്യേണ്ട ഇഷ്യൂസാണ്. ഇവിടെ 9, 10, 15 കൊല്ലമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് നടന്നു? ഇത് ജനങ്ങൾ ചോദിക്കുന്നു. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാൻ കുറേ ഉണ്ട്. അത് പറയും, ഇന്ന് മാത്രമല്ല. ഇതിൽ നല്ലൊരു ഡിബേറ്റ് നടക്കണം. 9, 10 കൊല്ലമായിട്ട് സർക്കാരോ ഗവൺമെൻറ്റോ പ്രതിപക്ഷ ഇരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയോ ഇതിനെക്കുറിച്ച് അസംബ്ലിയിൽ ഒരു ഡിബേറ്റ് നടത്തിയിട്ടുണ്ടോ? വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച്, ആരോഗ്യ മേഖലയെക്കുറിച്ച് നടത്തിയിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഇതെല്ലാം ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും, ചോദിക്കണം. തരൂർ ഇപ്പോൾ BJPയിലേക്കുള്ള വഴിയിലാണ് എന്നാണ്
അത് എൻ്റെ അടുത്തൊരു ആപ്ലിക്കേഷൻ വന്നിട്ടില്ല, ഇവിടെ വന്നിട്ടില്ല. അത് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടോ അറിയില്ല. നിങ്ങൾ അത് എന്നോട് അങ്ങനെ എൻ്റെ അടുത്ത് എനിക്കിപ്പോൾ സംസ്ഥാന പാർട്ടീനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. അത് ആപ്ലിക്കേഷൻ നോക്കട്ടെ, അതിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ടോ, അതിൽ ആപ്ലിക്കേഷൻ ശരിക്ക് ഫില്ല് ചെയ്തിട്ടുണ്ടോ, അത് നോക്കി നമ്മൾ നോക്കി അനലൈസ് ചെയ്ത് തീരുമാനിക്കാം. നോക്കൂ, വികസിത കേരളത്തിന് ആരാണെങ്കിലും അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ആരാണെങ്കിലും ഏത് പാർട്ടിയിൽ നിന്നാണെങ്കിലും ഞങ്ങൾ സ്വാഗതം ചെയ്യും, സ്വീകരിക്കും. അത് ഞാൻ ആദ്യം പറഞ്ഞു, ഇന്നും പറയുന്നു. സാരമില്ല, അത് ഞാൻ തോറ്റു, എന്ത് ചെയ്യാനാ. എനിക്കൊരു 10 ദിവസം ഇങ്ങനെ കിട്ടിയാൽ ഞാൻ ജയിച്ചേനെ. അതാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വന്നോളൂ. ശരി. എന്തോ അതെല്ലാം ആവും, അതെല്ലാം അത് ടൈമിലെല്ലാം വരും, പേടിക്കണ്ട.